ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ലോജിക്കൽ ഗെയിമിംഗ്. അപ്പോൾ ഗായ്സ്, നമ്മുടെ കൂടെ എന്നുള്ളത് ഒരു സ്പെഷ്യൽ ആളാണ്. കണ്ട ഗായ്സ്, ഈ പുള്ളി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കാറില്ലേ, ഈ സൂത്സു. എനിക്ക് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ അറിയാൻ പാടില്ല ഗൈസ്. ഈ കാറിൻ്റെ പേര് ശരിക്കും എനിക്ക് അറിയാൻ പാടില്ല. ഇത് നമ്മുടെ കമൻറ്റിൽ നിന്ന് വന്ന ഒരു കാറാണ്. ഞാൻ വായിച്ചൊന്നുമില്ല, ജസ്റ്റ് ആ സ്പെല്ലിങ് അങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്തോളൂ കേട്ടോ നമ്മുടെ മോഡ് കിട്ടുന്ന സൈറ്റിൽ. അപ്പോൾ നോക്കിയപ്പോൾ ഇതുപോലത്തെ ഒരു കാറുണ്ട്. കണ്ടപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല ലുക്ക് വണ്ടി തോന്നി. നമ്മുടെ പിക്കപ്പ് വണ്ടിയില്ലേ, അതാണ് സാധനം. അതിൻ്റെ D-Max എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് നമ്മുടെ കമൻറ്റിൽ നിന്ന് ഒരു ബ്രോ ചോദിച്ചാണ് കൊണ്ടുവരാമോ GTA 5. അപ്പോൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് നമ്മുടെ കമ്പനിയിലേക്ക് നമുക്ക് നമ്മുടെ ഡീലർഷിപ്പിൽ സ്വന്തമായിട്ടുള്ള ഡീലർഷിപ്പിന് നമുക്ക് കയറ്റാൻ വേണ്ടിയിട്ടാണ് ഈ വണ്ടി നമ്മൾ എടുത്തതാണ്. അപ്പോൾ ഈ കമ്പനിയിൽ നിന്ന് വന്ന ആളാണ് ഈ പുള്ളി. ഓക്കെ, അപ്പോൾ നമ്മളെന്ന് ചെയ്യാൻ പോകുന്നത് ഈ വണ്ടിയുടെ ഒരു ടെസ്റ്റ് ഡ്രൈവാണ്. കയറിക്കോ. ഓക്കെ, പുള്ളി കയറിയിട്ടുണ്ട്. പുള്ളിക്ക് ആ കമ്പനിക്ക് നമ്മൾ തീരെ വിശ്വാസമില്ല. കമ്പനി ഇങ്ങോട്ട് വിളിച്ചാണ് കേട്ടോ ഗൈസ്. ഈ സുറ്റ്സു എന്ന് പറഞ്ഞ ഒരു കമ്പനി ഇങ്ങോട്ട് വിളിച്ചാണ് നമുക്ക് ഈ വണ്ടി നിങ്ങളുടെ ഡീലർഷിപ്പിൽ വിൽക്കാൻ താല്പര്യമുണ്ടെന്നും പറഞ്ഞ് വിളിച്ചാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വണ്ടി ഒരെണ്ണെടുത്തു. നമുക്ക് ഉള്ളതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ വണ്ടിയാണ്. പിക്കപ്പ് മോഡലാണ് ഇവർ അധികം ഇറക്കണേ. അപ്പോൾ നമുക്ക് ഈ വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവരൊരു വണ്ടി നമുക്ക് എടുത്തു തന്നു, ഈ വണ്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഡീലർഷിപ്പിൽ ഓഫ് റോഡ് സെക്ഷനായിട്ട് ഈ വണ്ടി എടുക്കാമെന്നാണ് ഒരു തീരുമാനം. അപ്പോൾ ഗൈസ്, ഞാനിവിടെ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ഒരു ഓഫ് റോഡ് സ്ഥലം തപ്പിപ്പിടിച്ചിറങ്ങിയത്, താൽക്കാലികമായ ഒരു ഓഫ് റോഡ്. അപ്പോൾ ഗൈസ്, എൻ്റെ ചാനൽ ഇവരുടെ സബ്സ്ക്രൈബ് ചെയ്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗൈസ് ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്തേക്കാം. കാരണം നമ്മൾ GTA 5 മൈൻക്രാഫ്റ്റ് വീഡിയോസ് ഇടുന്നതാണ്. ഞാൻ ചിലപ്പോൾ മൈൻക്രാഫ്റ്റ് രാവിലെ ഇട്ടിട്ട് വൈകുന്നേരം ഇടും, അല്ലെങ്കിൽ വെളുപ്പിന് 5 മണിക്ക് 6 മണിക്ക് സമയത്ത് നമ്മുടെ GTA 5 ഇടും. ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ ആണ് നമ്മുടെ മൈൻക്രാഫ്റ്റും GTA 5 ഉള്ളത്. ചിലപ്പോൾ ആ ദിവസങ്ങളിൽ മൈൻക്രാഫ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ ഗൈസ്. അത് എൻ്റെ സമയം പോലെ ഞാൻ ഇടും. ഓക്കെ, ബാക്കി എല്ലാ ദിവസവും GTA 5 ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് മൈൻക്രാഫ്റ്റിനും GTA 5 ഒരുമിച്ച് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ ഗൈസ്. ഓക്കെ, ഗൈസ് അവിടേക്ക് നോക്കി ഉണ്ടോ, ഒരു ചെറിയ ഓഫ് റോഡ് ഉണ്ട് സെറ്റപ്പ്. അയ്യോ ചേട്ടാ, ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ വണ്ടിക്ക്. ഭാഗ്യം പുള്ളി കണ്ടിട്ടില്ല, പൊട്ടാനാന്ന് തോന്നണോളൂ ഗൈസ്. ഓക്കെ, അപ്പോൾ മൈൻക്രാഫ്റ്റിൻ്റെ ദിവസങ്ങളിൽ ഞാൻ ചിലപ്പോൾ വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ ഉണ്ടാവും GTA 5. എനിക്ക് സമയം ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഗൈസ് GTA 5ൻ്റെ വീഡിയോ ഉണ്ടാക്കിയിരിക്കും. അപ്പോൾ ആ ദിവസങ്ങളിൽ 2 വീഡിയോ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ട്രെയിൻ അടിക്കല്ലേ. ഓക്കെ, അയ്യോ ഇതെന്താണ് ഒരു ഒച്ച കേൾക്കണേ വണ്ടിയിൽ? ഇപ്പോൾ സീനില്ല. വണ്ടിയാകെ പ്രശ്നങ്ങളോടാവും എന്താലേ. അപ്പോൾ നമ്മൾ ഓഫ് റോഡ് കയറിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഓഫ് റോഡ്. വണ്ടി ലുക്ക് സെറ്റപ്പ് ലുക്കാണ് കേട്ടോ. ലുക്കിൻ്റെ ഇതിൽ വണ്ടി സെറ്റപ്പാണ്. ഇതേതവൻ ഗൈസ്, ആരും നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിട്ടോ. അയ്യോ അയ്യോ എൻ്റെ മോനെ. കുഴപ്പമില്ല ഗൈസ്, വണ്ടിക്കൊന്നും പറ്റിയിട്ടില്ല. ഗൈസ്, നിങ്ങൾ മാപ്പിൽ നോക്കിയേ, മാപ്പിൽ ആരാണ്ട് ഒരു റെഡ് മാർക്ക് കാണിക്കണുണ്ടോ ഗൈസ്? നമുക്ക് ആ മല ഒന്നുകൂടിയും കയറാം കേട്ടോ. ഈ മല പുള്ളിക്ക് ദേഷ്യം കയറിയെന്ന് തോന്നുന്നു കേട്ടോ. പുള്ളി എന്താണ്ടൊക്കെ കിടന്ന് പറയുന്നുണ്ട്, എന്താണാവോ ഗൈസ്. അപ്പോൾ നമ്മുടെ ചാനൽ 600 കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ മച്ചാമാർക്കും എല്ലാവർക്കും, അങ്ങനെയൊന്നും ഞാൻ പറയാനുള്ള, എല്ലാവർക്കും 1000 നന്ദി ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഗൈസ്. എവിടെയാ പന്നി? അവനും നല്ല കടിയാണല്ലോ. മറ്റവനെന്തേ? കുഴപ്പമില്ല, വാണ്ടർ ലെവൽ പൊക്കോളൂ ഗൈസ്. നിങ്ങൾക്ക് വാണ്ടർ ലെവൽ മോഡ് ഉപയോഗിച്ച് കളയാം.
ഓക്കെ നല്ലൊരു ദിവസമായിട്ട് പന്നികൾക്ക് തേങ്ങകൾ ഇവരൊക്കെ എന്തൊട്ട് ചെയ്യണ്ടേ ഡാഷ് മക്കള്. ചേട്ടാ ഒന്നും പറ്റില്ല കേട്ടോ, കുറച്ച് ചൊറിയന്മാരുണ്ട് ഈ GTA 5. ഓക്കെ വലിയ സീനൊന്നുമില്ല കേട്ടോ, ചേട്ടൻ കയറിക്കോ അല്ലേ. ഓക്കെ ഇതേ നമ്മുടെ വണ്ടിയുടെ ടെസ്റ്റ്, നമ്മുടെ ഓഫ് റോഡ് സെറ്റപ്പ്. കുറച്ച് തടസ്സങ്ങൾ വന്നു, അത് എങ്ങനെ വന്നു എന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ ഗൈസ്. അവന്മാർ ഒരു ശല്യമാണ്. എൻ്റെ പൊന്നു മോനെ വണ്ടിയുടെ ലുക്കിനെ കുറിച്ചല്ല നമ്മൾ സംസാരിച്ചിരുന്നത്. ഇതാണ് വണ്ടി കാണാൻ, വണ്ടി സെറ്റാണ്, ഒരു രക്ഷയില്ല. പിന്നെ നമുക്ക് നമ്മുടെ ഇൻറ്റീരിയർ നോക്കാം. ഓ ഇൻറ്റീരിയർ പൊളി. എൻ്റെ മോനെ ഒരു ഓഫ് റോഡ് സെറ്റപ്പിനുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് ഈ വണ്ടിയുടെ ഉള്ളിൽ. പൊളി സാധനം കേട്ടോ ചേട്ടായി, പൊളിച്ചു കേട്ടോ. എൻ്റെ പൊന്നു മോനെ ഗൈസ് വണ്ടി സെറ്റാണ്. ഈ വണ്ടി നമ്മൾ ഇൻറ്റീരിയർ ഭാഗത്തിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നു. ഇനി ഓഫ് റോഡ് സെറ്റപ്പ് കൂടി നമുക്ക് നോക്കാനുള്ളൂ. അപ്പോൾ നമുക്ക് താൽക്കാലികമായി കിട്ടിയൊരു ഓഫ് റോഡാണ് ഇത്. വലിയ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ ഗൈസ്. ഓഫ് റോഡല്ലേ, ഇതൊക്കെ മതിയാവും. എൻ്റെ പൊന്നു മോനെ വണ്ടി സെറ്റാണ്. വണ്ടി നല്ല പുള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ മോനെ ആ വരവോക്കെ ഗൈസ്, എൻ്റെ മോനെ സെറ്റാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നോവയും ഫോർച്യൂണറും വന്നിരിക്കും ഗൈസ്, നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ കമൻറ്റിൽ ഏതൊരു ആവശ്യമില്ല. ഇന്നോവയും ഫോർച്യൂണറും ഞാൻ നേരത്തെ പറഞ്ഞിട്ടേ അത് ചെയ്തിരിക്കും. ഓക്കെ അത് ഓർത്ത് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട. നമ്മൾ ഇന്നോവയും ഫോർച്യൂണറിൻ്റെ മോഡൊക്കെ റെഡിയാണ്. ഇനി അത് വീഡിയോ ഒന്ന് സെറ്റാക്കിയാൽ മതി, വേറൊന്നും ചെയ്യാനില്ല. അയ്യേ വഴി തീർന്നാ. ശേ അവന്മാര് കൊറേ തെറി വിളിക്കണ്ട കേട്ടോ. വാ വണ്ടി സെറ്റായിട്ടുണ്ട്. ഗൈസ് ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രെയിനിൻ്റെ മറ്റേ സ്ഥലമാണെന്ന് തോന്നണു. നമുക്ക് ഇവിടെ എന്താണ്, ഇവിടെ വഴിയുണ്ടായി ഗൈസ്. ഇവിടെ എന്തോ മൈനിങ് സംതിങ് ആയിട്ടാണ് തോന്നണം കേട്ടോ ഗൈസ്. ഇത് നോക്കി ഇവിടെ മൈനിങ് സെറ്റപ്പൊക്കെ തന്നെയാണ്. ടിപ്പറും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ആശാൻ എങ്ങടാണ്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടി കയറ്റൊക്കെ വളരെ സുഗമമായിട്ടാണ് വണ്ടി കയറിക്കൊണ്ടിരിക്കണത്. കണ്ട ഒരു സീനും ഇല്ല വണ്ടിക്ക്. എൻ്റെ മോനെ പൊളിച്ചു. വണ്ടിയുടെ കാര്യമൊന്നും പറയില്ല, ഇത് നമ്മൾ കയറിയ വഴിയാണ്. നമുക്ക് ഞാൻ വേറെ ഒരു വഴിക്ക് ഞാൻ കണ്ടായിരുന്നു, നിങ്ങൾ കണ്ടോയെന്ന് എനിക്കറിയാൻ പാടില്ല. വേറൊരു വഴി ഞാൻ കണ്ടായിരുന്നു, തന്നെ സംഭവം. ഈ വഴിക്ക് നമ്മൾ കയറിയിരുന്നില്ല. എൻ്റെ പൊന്നു മോനെ ഗൈസ്, നിങ്ങൾ GTA 5 തന്നെ സപ്പോർട്ട് മൈൻക്രാഫ്റ്റിലും തന്നോട്ടെ ഗൈസ്. ഓക്കെ മൈൻക്രാഫ്റ്റ് അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോലെ ഗൈസ്. ഓക്കെ GTA 5 തന്നെ സപ്പോർട്ടും മൈൻക്രാഫ്റ്റിലും തന്നെ പ്ലീസ്. ഓക്കെ ചിലവർക്ക് മൈൻക്രാഫ്റ്റ് ഇഷ്ടമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുറേ കമൻറ്റ് സെക്ഷനിൽ വന്നായിരുന്നു മൈൻക്രാഫ്റ്റ് വേണ്ട ബ്രോ എന്നും പറഞ്ഞു. പക്ഷെ കുറേ പേര് മൈൻക്രാഫ്റ്റ് വേണമെന്നും പറഞ്ഞായിരുന്നു. ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞത് മൈൻക്രാഫ്റ്റ് വേണമെന്നാണ്. അപ്പോൾ ആ ഒരു അർത്ഥത്തിലാണ് ഞാൻ മൈൻക്രാഫ്റ്റ് തുടങ്ങിയത്. അപ്പോൾ ഗൈസ് മൈൻക്രാഫ്റ്റും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടേക്കാം. ഞാൻ ചിലപ്പോൾ രണ്ട് വീഡിയോ ഒക്കെ നമ്മൾ സെറ്റാക്കും മൈൻക്രാഫ്റ്റിൻ്റെ ദിവസങ്ങളിൽ, സമയം അനുസരിച്ചിരിക്കും. ഓക്കെ അയ്യോ വഴി തീർന്നു കേട്ടോ ഗൈസ്. അയ്യേ മോശം കേട് ഗൈസ്. നിങ്ങൾ കമൻറ്റിൽ ഇത്ര അറിയിച്ചായി. നമ്മുടെ ഇന്നോവയും ഫോർച്യൂണറും ഞാൻ ഇറക്കുന്നുണ്ട്. അപ്പോൾ ഇന്നോവ വേണോ അതോ ഫോർച്യൂണർ വേണോ? നമ്മുടെ എന്തുട്ടാ സംഭവം, അയ്യോ നമ്മുടെ മൗണ്ട് ചില്ലാടിലേക്ക് പോകാൻ നമ്മുടെ ഇന്നോവ വേണോ ഫോർച്യൂണർ വേണോ ഒന്ന് പറയണം കേട്ടോ ഗൈസ്. അയ്യോ വണ്ടി പെട്ടൂല കേട്ടോ. പെട്ടിട്ടില്ല കേട്ടോ. കുഴപ്പമില്ല ബ്രോ. പുള്ളി കുറേ തെരുവൊക്കെ വിളിക്കണ്ട കേട്ടോ. ആ ഉള്ളിലിരിക്കണ പുള്ളി ആളെ ക്യാമറാണ്. പുള്ളി വണ്ടിക്ക് എന്താണ്ടൊക്കെ പറ്റിയപ്പോൾ വണ്ടിക്ക് വലിയ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. കണ്ട വണ്ടി നല്ല പവർഫുള്ളാണ്. നല്ല കല്ല് പോലെ വണ്ടി ഉണ്ടാക്കിയാണെന്ന് തോന്നുന്നത് ഗൈസ്.
വണ്ടി നല്ല രീതിക്ക് തന്നെ സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്, ഒരു സീനും ഇല്ല വണ്ടിയുടെ കാര്യം പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഈ വണ്ടി സെലക്ട് ചെയ്തിരിക്കുകയാണ്, കാരണം ഈ വണ്ടി നമ്മുടെ ഓഫ് റോഡിങ്ങിലും പാസ്സായിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ മറക്കരുത്. ഇന്നോവ വേണോ ഫോർച്യൂണർ വേണോ നമ്മുടെ മൗണ്ട് ചില്ലാട് കയറാൻ? ഓക്കെ, അത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. എനിക്ക് ആകെ കൺഫ്യൂഷൻ ആയേക്കാണ്, ഇന്നോവ വേണോ ഫോർച്യൂണർ വേണോ എന്നും പറഞ്ഞു. അതവിടെ വഴി ഉണ്ടായില്ലേ, ഏതൊക്കെ ഭാഷയാണാവോ പുള്ളി പറയണേ. അപ്പോൾ ഇത് നമ്മൾ അങ്ങനെ ഇസുത്സു, അതിൻ്റെ പ്രൊണൗൺസിയേഷൻ എനിക്ക് കറക്റ്റ് ആണോന്ന് എനിക്ക് അറിയാൻ പാടില്ല ഗൈസ്, തെറ്റിപ്പോയി ക്ഷമിക്കുക. ഓക്കെ, വേറെ ഒന്നും പറയില്ല. ഇസുസു അത് ഞാൻ പറയാനുള്ള വീണ്ടും D-Max എന്ന് പറഞ്ഞ മോഡൽ എന്ന് പറഞ്ഞ ഈ കാറ് അപ്പോൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മുടെ ഡീലർഷിപ്പിൽ ഇനി സെറ്റായിരിക്കും, ആൾക്കാരൊക്കെ കാണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്താണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്താണ് ബെല്ലൈക്കൻ നിൽക്കുക. അപ്പോൾ ഗൈസ് ഇനി അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.